ഹലോ ഫാമിലി. നമ്മൾ കോട്ടയം മണർകാട് സെന്റ് മേരീസ് ചർച്ചിന്റെ മൈതാനത്ത് നടക്കുന്ന മണർകാട് കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പള്ളിയുടെ താഴത്തെ മൈതാനത്തായിട്ടാണ് ഈ കാർണിവൽ നടക്കുന്നത്. അവിടെ ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, പിന്നെ കൂടുതലായിട്ടും ആദ്യത്തെ 5 ദിവസം നല്ല എന്റർടൈൻമെന്റ് മ്യൂസിക്കൽ ബാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേയിൽ വന്നിരിക്കുന്ന വിഷ്വൽസ് ആണ് കാണുന്നത്. ഇന്നിവിടെ ഒരു മ്യൂസിക്കൽ ബാൻഡ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കാണാം. ഈ മ്യൂസിക് പെർഫോമൻസ് നടക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫുഡ് കോർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്ന് മ്യൂസിക്കൊക്കെ കേട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നു. ഇന്നൊരു സ്പെഷ്യൽ ഫ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. വയലിൻ ചെണ്ട ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇങ്ങ് പോന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പകലത്തെ വ്യൂവും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. താഴെ കാറിന്റെയൊക്കെ ഷോറൂം ഉണ്ടായിരുന്നു, പിന്നെ വുഡ് ഫർണിച്ചർ, പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക്. നമ്മുടെ ഇച്ചുവിന്റെ ഏറ്റവും അവൾക്ക് വരണം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. അപ്പൊ നമ്മൾ ജസ്റ്റ് അവളെ ഇവിടെ ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു പകല്. കാരണം ഇപ്പോൾ ഇവിടെ കിടന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഷോയ്ക്ക് വേണ്ടി പോകുമ്പോഴേക്കും അവൾ ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവളോട് പറഞ്ഞു ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിലൊക്കെ കയറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം ഒന്ന് കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. ഇന്നിവിടെ പെരുന്നാളായതുകൊണ്ട് റാസ വെടിക്കെട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പാണ് വയലിൻ ചെണ്ട ഫ്യൂഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അത് പോയി കാണാം. മിസ് ചെയ്യരുത്, നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് വരാം. ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഗ്രൗണ്ടിലേക്ക് പോന്നു. അപ്പോൾ ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് നമ്മൾ പകല് മുഴുവൻ വീടിനകത്തിരുന്ന് ബോറടിച്ച് പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് പിള്ളേർക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ലല്ലോ പകലത്തെ ചൂട് കാരണം. അപ്പോൾ വൈകിട്ട് പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിരിക്കുമായിരുന്നു. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലും ക്യൂ ആയിരുന്നു ഓരോന്നിലേക്കും കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇച്ചുവിനെ ഞങ്ങൾ 2-3 എണ്ണത്തിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ റാസയ്ക്കുള്ള വെടിക്കെട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് മേലേക്ക് പോവുമായിരുന്നു. കാരണം നമുക്ക് അവിടെ ജസ്റ്റ് ഫുഡ് കോർട്ട് വരെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വേണമെന്ന് വിചാരിച്ചു പോവാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ഇന്ന് ഞാൻ ഈ കാർണിവലിന് വന്നിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചേർത്ത് വെച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.